മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ രക്ഷാപ്രവർത്തനം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാം ദിവസം ഇപ്പോൾ അവിടെ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തിരിക്കുന്നു. സ്ഥലം MLA ടി സിദ്ദിഖ് നമ്മളോടൊപ്പം ചേരുന്നു. സിദ്ദിഖ്, വളരെ അങ്ങയുടെ മണ്ഡലത്തിലുണ്ടായ ഒരു വലിയ ദാരുണമായ സംഭവമാണ്, സമാനതകളില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇപ്പോഴത്തെ മരണസംഖ്യ 150 കടന്നു കഴിഞ്ഞു. ആശങ്കാജനകമാണോ ഇനിയുള്ള സാഹചര്യവും? ഇനി മുണ്ടകൈ പ്രദേശത്തും ചൂരൽമല ടൗൺ ഉൾപ്പെടെയുള്ളതായ അനുബന്ധ മേഖലകളിലും വീടുകൾ തോറുള്ളതായിരിക്കുന്ന പരിശോധന, ആ പരിശോധനയിലാണ് നമ്മുടെ ഡെത്ത് റേറ്റ് വളരെ കൂടാനുള്ളതായിരിക്കുന്ന, ചെറിയ രീതിയിൽ കൂടാനുള്ളതായിരിക്കുന്ന ഒരു സാധ്യത. ഇപ്പോൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് വീടുകൾ, കോൺക്രീറ്റ് പാളികൾ പൊളിച്ച് അകത്ത് കടന്ന്, അതുപോലെ ഈ ചെളികൾ സുരക്ഷിതമായി വളരെ മെല്ലെ നീക്കി അതൊക്കെ പരിശോധിക്കാനുള്ളതായിരിക്കുന്ന സംവിധാനമാണ് ക്രമീകരിച്ചത്. വലിയ കൂറ്റൻ ഹിറ്റാച്ചികൾ മുതൽ ചെറിയ ഉപകരണങ്ങളും ഗ്യാസ് കട്ടറും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള മൂവ്മെൻറ്റാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ എല്ലായിടത്തും വലിയതായിരിക്കുന്ന ആശങ്കയുളവാക്കുന്നതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് പരമാവധി കുറയട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ്. ഇവിടെ നിലമ്പൂരിലുണ്ടായിരുന്ന ബോഡി മുഴുവൻ ഇങ്ങോട്ട് എത്തിക്കാനുള്ളതായ നടപടികളായി. ആ ബോഡികൾ ഇവിടെ സുരക്ഷിതമായി ആളുകൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണത്തിനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ കുറേ ബോഡി വളരെയധികം ഐഡൻറ്റിഫൈ ചെയ്യാൻ സങ്കീർണമായ ഒരു സാഹചര്യമുണ്ട്. 5-6 ബോഡികളാണ് ഒരു പരിധിവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യത്തിൽ. കുറേ ബോഡികൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം അത്രമേൽ ഇതായിട്ടുണ്ട്. ഒന്നാമത് ഈ പാറയും വലിയ മരങ്ങളും ഈ അത്രയും 20-25 കിലോമീറ്റർ ദൂരെ പോയതാണ് ഈ ബോഡി. അതിൻ്റെതായിരിക്കുന്ന പ്രശ്നം ആ ബോഡികൾക്കുണ്ട്. അത് മുഴുവൻ ഇവിടെ വന്ന് പുതുറച്ച്, പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യാത്തതായ ബോഡികൾ വീണ്ടും ആളുകൾക്ക് നൽകുന്നതിന് വേണ്ടി DNA പരിശോധന ഉൾപ്പെടെയുള്ള അനുബന്ധമായിട്ടുള്ള സംവിധാനങ്ങളിലേക്കും പോകും. ഇന്ന് മന്ത്രിസഭാ യോഗം ഇവിടെ വയനാട്ടിൽ കൽപ്പറ്റയിൽ ചേരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഈ പുതുതായി ഇവിടേക്ക് വേണ്ട എന്തെങ്കിലും അപര്യാപ്തകളോ മറ്റ് ആവശ്യങ്ങളോ ഉന്നയിക്കുക? നമ്മളൊന്ന് ടോട്ടൽ റീഹാബിലിറ്റേഷനാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അത് വളരെ സത്യസന്ധമായി വളരെ നല്ല രീതിയിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു ടോട്ടൽ റീഹാബിലിറ്റേഷൻ പാക്കേജ് ഇതിനു വേണ്ടി ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഒന്നാമത്തത്. 2, കുട്ടികൾ ഉൾപ്പെടെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുടെ ഒരു മെൻ്റൽ ട്രോമ വളരെ ഭീകരമാണ്. ഞാനിപ്പോൾ കുറച്ച് വീടുകളിൽ കയറി. ആ വീടുകൾ രക്ഷപ്പെട്ട ആളുകൾ താമസിക്കുന്നതായിരിക്കുന്ന വീടുകളാണ്. അവർ നേരിട്ട് 3ാം നിലയിൽ നിന്നും 2ാം നിലയിൽ നിന്നും ജീവൻ രക്ഷപ്പെട്ടതായിരിക്കുന്ന ആളുകളാണ്. മരിക്കുന്നത് നേരിട്ട് കണ്ടതാണ്. കുട്ടികൾ ഉൾപ്പെടെ ആ മെൻ്റൽ ട്രോമ, അതിനുള്ളതായിരിക്കുന്ന മെക്കാനിസം, കൗൺസിലിംഗ് അടക്കമുള്ളതായിരിക്കുന്ന മെക്കാനിസം അടിയന്തരമായി ചെയ്യാനുള്ളതായ നടപടികൾ, പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസും അനുബന്ധ കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള പ്രവർത്തനം കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായി പോകുന്നുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതായിരിക്കുന്ന വലിയ സഹായങ്ങളുണ്ട്. ആ സഹായം മുഴുവൻ നല്ല രീതിയിൽ ക്രമീകരിച്ച് പൂർണ്ണ തോതിലാക്കാനുള്ള നടപടികളുണ്ട്. ഈ മുണ്ടക്കയുടെ മറുവശം നിലമ്പൂർ കാടുകളാണല്ലോ. അവിടെ നിന്ന് 25 കിലോമീറ്റർ സഞ്ചരിച്ചാണ് മൃതദേഹവും മറ്റും താഴേക്ക് എത്തിയത്. അപ്പോൾ ഈ കാട്ടിനുള്ളിൽ ഒരു തെരച്ചിൽ നടത്തേണ്ട ആവശ്യം ചില ആളുകൾ ഉന്നയിക്കുന്നു. ഈ മുണ്ടകൈ പുഞ്ചിരിമട്ടം ഭാഗത്ത് നിന്ന് ചൂരൽമല വഴി പോത്തുകല്ല് നിലമ്പൂർ ഭാഗത്ത് ചാലിയാറിൻ്റെ പ്രഭവ കേന്ദ്രം മുതൽ ചാലിയാറിൻ്റെ ഏരിയ പരിശോധനയ്ക്ക്, നിലമ്പൂർ മാത്രം മതിയാവില്ല, പരിശോധനയ്ക്ക് വിധേയമാക്കണം. അത് ഓരോ പാർട്ട് വൈസായി ക്രമീകരിക്കാനുള്ള നടപടികളുണ്ടാവണം. അതും ആവശ്യപ്പെടുന്നുണ്ട്. സിദ്ദിഖ് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികളുടെ, ഈ അപകടത്തെ അതിജീവിച്ച ആളുകളുടെ മാനസിക ആഘാതം അത് കുറയ്ക്കാൻ, അതിൽ നിന്ന് പരിഹാരമുണ്ടാക്കാൻ ഉള്ള നടപടികൾ, കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്നാണ് ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ. അതിജീവിച്ചവരെയും നമ്മൾ ഒപ്പം ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. മേപ്പാടിയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ R. ശ്രീജിത്ത്, റിപ്പോർട്ടർ